ഹൃദയത്തെ ഉണർത്തും മൊഴികൾ, ഇരുളകറ്റിടും വചനം, ക്രൂശിലെ ഏഴുമൊഴികൾ, മൊഴികൾ. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ആധ്യാത്മിക ലോകത്തിൽ ക്രിസ്തു നൽകിയ അതുല്യമായ സംഭാവനയാണ് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 34-ാം വാക്യത്തിൽ നമ്മൾ കാണുന്ന ഒന്നാമത്തെ മൊഴി. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്നാണ്. ഓ ഫാദർ, forgive them, for they do not know what they are doing. എന്തിനാണ് ഇങ്ങനെ യേശു ഒരു പ്രാർത്ഥന നടത്തിയത്? യേശു പ്രാർത്ഥിച്ചത് ഇവരോട് ക്ഷമിക്കണമേ എന്നാണ്. എന്തിനാണ് ഇവരോട് ക്ഷമിക്കേണ്ടത്? ആ ചോദ്യത്തിന് ഉത്തരം യേശു തന്നെ പറയുന്നുണ്ട്. യേശു പറയുന്നു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്ത് എന്ന് ഇവർ അറിയുന്നില്ല. ഇവർ ചെയ്യുന്നത് എന്ത് എന്ന് ഇവർ അറിയാത്തത് കൊണ്ട് ഇവരോട് പൊറുക്കണമേ, ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് യേശു പഠിപ്പിച്ചത്. ക്ഷമയുടെ ദൂത് ഹൃദയത്തിൽ സംഗ്രഹിച്ച വിശ്വാസ വീരന്മാരുടെ ചരിത്രമാണ് നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നത്. ക്ഷമ എന്നത് എതിർപ്പിന്റെയും പീഡനത്തിന്റെയും നേരെ പ്രകടമാകുന്ന ദൈവദത്തമായ സംയമനമായിട്ടാണ് ബൈബിളിൽ നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഴയ നിയമം നമ്മൾ വായിക്കുമ്പോൾ പഴയ നിയമത്തിൽ ക്ഷമ എന്നതിന് പറഞ്ഞിരിക്കുന്നത് സ്ലോ ടു ആങ്കർ എന്നാണ്. സ്ലോ ടു ആങ്കർ, താമസിച്ച് കോപിക്കുക അല്ലെങ്കിൽ കോപത്തിന് താമസിക്കുക എന്നൊക്കെയാണ് അതിന് കൊടുത്തിരിക്കുന്ന അർത്ഥം. വേദപുസ്തകം ക്ഷമ എന്ന പദത്തേക്കാൾ ദീർഘക്ഷമ എന്ന പദത്തിനാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ദീർഘക്ഷമ നമ്മൾ എവിടെയാണ് കാണുന്നത്? ദീർഘക്ഷമ നമ്മൾ കാണുന്നത് ക്രിസ്തുവിലാണ്. ക്രൂശിൽ പടയുന്ന ക്രിസ്തു ദേവനിലാണ് നമ്മൾ ദീർഘക്ഷമ അതിൻ്റെ ശരിയായ അർത്ഥതലത്തിലൂടെ നമുക്ക് വീക്ഷിക്കാൻ കഴിയുന്നത്. പുതിയ നിയമസഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയാണല്ലോ സ്തേഫാനോസ്. സ്തേഫാനോസ് മരണത്തോട് നടന്നെടുക്കുകയാണ്. അദ്ദേഹത്തെ കല്ലെറിയാൻ വേണ്ടി ഒരു സമൂഹം നിൽക്കുകയാണ്. അദ്ദേഹത്തെ കല്ലെറിയുകയാണ്. അദ്ദേഹത്തെ കല്ലെറിയുമ്പോൾ അദ്ദേഹം ദൈവത്തോട് നടത്തിയ ഒരു പ്രാർത്ഥനയുണ്ട്. അദ്ദേഹം നടത്തിയ പ്രാർത്ഥനയിൽ, കർത്താവേ, ഈ പാപം ഇവരുടെ മേൽ നിർത്തരുതേ എന്നാണ്. കർത്താവേ, ഇവരുടെ പാപം ഇവരുടെ മേൽ നിർത്തരുതേ എന്ന് പറഞ്ഞാൽ ഇവരോട് ഈ ചെയ്യുന്നതിന് മാപ്പ് കൊടുക്കണമേ എന്നാണ് സ്തേഫാനോസും പ്രാർത്ഥിച്ചത്. യേശു ഈ ലോകത്തെ പഠിപ്പിക്കാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ പഠിപ്പിച്ചത് ക്ഷമയുടെ പാഠമാണ്. ക്ഷമയുടെ പാഠമാണ്. ആ ക്ഷമയുടെ പാഠത്തിൽ നിന്നുകൊണ്ടാണ് യേശു ഈ ലോകത്തോട് പറഞ്ഞത്, ഓ ഫാദർ, ഫോർഗീവ് ദം. കർത്താവേ, ഇവരോട് പൊറുക്കണമേ എന്ന്. ഇവിടെ യേശുക്രിസ്തുവിന്റെ ഒന്നാമത്തെ പ്രാർത്ഥനയിൽ അന്തർലീനമായിരിക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട്, നിരവധി കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തികഞ്ഞ ദൈവസ്നേഹത്തിന്റെ പ്രകടമായ പ്രാർത്ഥനയായിരുന്നു ഒന്നാമത്തെ മൊഴി. തികഞ്ഞ ദൈവസ്നേഹത്തിന്റെ പ്രകടമായ പ്രാർത്ഥനയായിരുന്നു ഒന്നാമത്തെ മൊഴി എന്ന് പറയുന്നത്. തന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ക്രിസ്തു, ശത്രുക്കളെ
സ്നേഹിക്കാൻ പഠിപ്പിച്ച ക്രിസ്തു, യേശു ക്രിസ്തു അത് വെറും വാക്ക് പറഞ്ഞവനായിട്ടല്ല നമ്മൾ കാണുന്നത്. യേശു ക്രിസ്തു ഇതൊക്കെ തന്റെ ജീവിതത്തിലൂടെ കാട്ടിക്കൊടുക്കുകയത്രേ ചെയ്തത്. യേശു ആ ക്രൂശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു സമൂഹത്തിന്റെ അറിവില്ലായ്മ ശരിയായി തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു. ഒരു സമൂഹം അറിവില്ലായ്മ കൊണ്ട് എന്തൊക്കെയോ പ്രവർത്തിക്കുന്നുണ്ട്. അത് അവർക്ക് ശരിയായി തിരിച്ചറിയാനുള്ള ഒരു വിവേചനം ഉണ്ടാകുന്നതിന് കൂടി ഉള്ള ഒരു പ്രാർത്ഥനയായിരുന്നു യേശുവിന്റെ പ്രാർത്ഥന. അപ്പോൾ നമ്മൾ ചോദിക്കും, ആ പ്രാർത്ഥനയിലൂടെ അത് സാധ്യമായോ എന്ന്. തീർച്ചയായിട്ടും ഉത്തരം പറയാൻ കഴിയും. ആ അറിവില്ലായ്മ ശരിക്കും അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നതാണ്. അതുകൊണ്ടാണ് ആ ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന പടയാളികൾ യേശുവിന്റെ മരണത്തിന് ശേഷം കാൽവരിയുടെ നെറുകയിൽ നിന്ന് ഗോൽഗൊത്ത മലയിറങ്ങി താഴോട്ട് പോരുമ്പോൾ, താഴേക്കിറങ്ങുമ്പോൾ, മലയിറങ്ങുമ്പോൾ അവർ പറയുന്ന ഒരു വാചകമുണ്ട്, വാസ്തവത്തിൽ ഈ മനുഷ്യൻ നീതിമാനായിരുന്നു എന്നാണ്. വാസ്തവത്തിൽ ഈ മനുഷ്യൻ നീതിമാനായിരുന്നു എന്ന് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു പോകുന്ന പടയാളികൾക്ക് എവിടെ നിന്നാണ് ഇത് പറയാനുള്ള സ്രോതസ് കിട്ടിയതെന്ന് ചോദിച്ചാൽ അത് കുരിശിന്റെ ചുവട്ടിലാണ്. കുരിശിന്റെ ചുവട്ടിൽ നിന്ന് അവർ കേട്ട പ്രാർത്ഥനയാണ് ക്രിസ്തുവിന്റെ പ്രാർത്ഥന. ഇവർ ചെയ്യുന്നതിന് മതിയായിക്കൊണ്ട് ഇവരോട് പൊറുക്കണമേ, ഓ ഫാദർ ഫോർഗിവ് ദം, ഇവരോട് ക്ഷമിക്കണമേ, പൊറുക്കണമേ എന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുന്നു എങ്കിൽ അത് തികഞ്ഞ ദൈവ സ്നേഹത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ. അത് യേശുവിൽ സാധ്യമായി. അതായിരുന്നു ക്രൂശിലെ ഒന്നാമത്തെ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം. ഈ പ്രാർത്ഥനയിലൂടെ രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ത്യാഗത്തിന്റെയും സകലത്തിന്റെയും ഇടമായി മാറിയ ക്രൂശിലെ പ്രാർത്ഥന. ത്യാഗത്തിന്റെയും സകലത്തിന്റെയും ഇടമായി മാറിയ ക്രൂശിലെ പ്രാർത്ഥന. തെറ്റുകളെ ക്ഷമിക്കുകയും തെറ്റ് ചെയ്തവനെ വെറുക്കാതെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് യേശു ക്രിസ്തു. അതുകൊണ്ട് തന്നെ ത്യാഗവും സകലവും സ്നേഹവും ക്ഷമയും പ്രാർത്ഥനയും സംഗമിക്കുന്ന ഒരിടമായി മാറുകയാണ് ക്രൂശ് എന്ന് പറയുന്നത്. മാനവജനതയുടെ മനം കവരുന്ന വാക്കുകളാണ് ഈ പ്രാർത്ഥനയിൽ അന്തർലീനമായിരിക്കുന്നത്. ഇവിടെ പൗലോസ് പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ആ കൊരിന്ത്യ സഭയോട് പറയുന്ന ഒരു വാചകമുണ്ട്, ഒരു വാക്യമുണ്ട്. ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നു എങ്കിൽ യേശുവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു എന്നാണ്. ഇവിടെയാണ് യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥന സംഗതമാകുന്നത്. യേശു പ്രാർത്ഥിച്ചു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇവർ അറിയാതെ ചെയ്യുകയാണ്. പൗലോസും പറയുന്നു, പറയുന്നത് ലോകത്തിന്റെ പ്രഭുക്കന്മാർ അറിഞ്ഞില്ല, അറിഞ്ഞിരുന്നു തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു എന്നാണ്. യേശുവിന്റെ പ്രാർത്ഥനയിലൂടെ ത്യാഗവും സകലവും സ്നേഹവും ക്ഷമയും പ്രാർത്ഥനയും ഒക്കെ മാതൃകയായി മാറുകയാണ്. ക്രിസ്തുവിൽ പ്രിയരെ, ക്രിസ്തീയ ജീവിതത്തിൽ തികഞ്ഞ ദൈവ സ്നേഹത്തിന്റെ ഉറവിടമായി മാറിയ ക്രിസ്തു, ക്ഷമയുടെ പാഠം ശരിയായി ഈ ലോകത്തിന് പഠിപ്പിച്ച ക്രിസ്തു, ആ ക്രിസ്തു സ്നേഹത്തിന്റെ രൂപമാണ്. ആ ക്രിസ്തു ക്ഷമയുടെ പാഠമാണ്. ജനനം മുതൽ മരണം വരെയും ക്ഷമിക്കാൻ പഠിപ്പിച്ച കർത്താവ്, നിന്റെ സഹോദരനോട് നീ ക്ഷമിക്കണമെന്ന് പഠിപ്പിച്ച കർത്താവ്, അവനോട് 70 വട്ടം ക്ഷമിക്കണമെന്ന് പഠിപ്പിച്ച കർത്താവ്, ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച കർത്താവ്,
നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച കർത്താവ്, ആ കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ മാതൃകയാവുകയാണ്. ആ യേശു പ്രാർത്ഥിച്ചു, ഓ ഫാദർ, forgive them, for they do not know what they are doing. ഇവർ ചെയ്യുന്നത് എന്തെന്നറിയുന്നില്ല, അവരോട് പൊറുക്കണമേ എന്നാണ്. ഈ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ആത്മീക ജീവിതത്തിൽ ശക്തിയും ഊർജവും അനുഗ്രഹവും ലഭിക്കുന്നതായി തീരട്ടെ. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ഹൃദയത്തെ ഉണർത്തും മൊഴികൾ, ഇരുളകറ്റിടും വചനം, ക്രൂശിൽ